സ്ത്രീ ഐത്തമുള്ളവളാണെന്ന് കോൺഗ്രസും ബി.ജെ.പിയും ഒന്നിച്ചു വിളിച്ചുകൂവി തെരുവിലിറങ്ങിയ നാടാണ് പത്തനംതിട്ട. വർഗീയ കലാപം ഉണ്ടാക്കാനും നാട് അഗ്നിക്കിരയാക്കാനും സ്വൈരജീവിതം തകർക്കാനും അവർ ഒത്തുചേർന്നു. അമ്മമാരുടെ തലയിൽ പൊതിത്തേങ്ങ എറിഞ്ഞവരും ബസ് കത്തിച്ചവരും മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചവരും വോട്ട് തേടി എത്തിയിട്ടുണ്ട്. മതേതരത്വമോ ജനാധിപത്യമോ വികസനമോ ഒന്നുമല്ല അവരുടെ വിഷയം. ഇവരുടെ സ്ത്രീവിരുദ്ധതയെ പുറത്തുകാട്ടാനും മതേതരത്വവും വികസനവും ജനാധിപത്യവും ഉറപ്പാക്കാനും LDF പോർക്കളത്തിലിറക്കിയതും ഒരു വനിതയെ തന്നെ, വീണ ജോർജ്. ആറന്മുള മണ്ഡലം ജനപ്രതിനിധി എന്ന നിലയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും പക്വതയാർന്ന സമീപനവും കൊണ്ട് വീണ ജോർജ് ജനങ്ങളുടെ അംഗീകാരം നേടി. പ്രളയകാലത്തെ വീണയുടെ പ്രവർത്തനങ്ങൾ കണ്ടറിഞ്ഞ് നാടെങ്ങും ഏറ്റുപറയുന്നു. ജനപ്രതിനിധി എന്നാൽ ഇങ്ങനെയായിരിക്കണം. 3 വർഷം കൊണ്ട് ആറന്മുള മണ്ഡലം നേടിയെടുത്ത വികസനങ്ങൾ LDF എണ്ണി പറയുമ്പോൾ ഇതിനെ പ്രതിരോധിക്കാനാകാതെ വികസനം എന്ന വാക്ക് കോൺഗ്രസും ബി.ജെ.പിയും വിഴുങ്ങുന്നു. പാർലമെന്റ് മണ്ഡലം രൂപീകൃതമായതിനു ശേഷം നടക്കുന്ന 3ാമത്തെ തെരഞ്ഞെടുപ്പാണിത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും വിജയിച്ച ആന്റോ ആന്റണി തന്നെയാണ് ഇത്തവണയും UDF സ്ഥാനാർത്ഥി. കഴിഞ്ഞ 10 വർഷം പാഴായെന്ന് നെഞ്ചത്തടിച്ച് നിലവിളിച്ചത് കോൺഗ്രസുകാർ തന്നെയാണ്. ഇത്തവണ ആന്റോയെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കരുതെന്ന് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് പ്രമേയം പാസാക്കി KPCCക്ക് കൈമാറിയിരുന്നു. കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി തങ്ങൾക്ക് വേണ്ടെന്ന് പരസ്യമായി തള്ളിപ്പറഞ്ഞ ഒരാൾക്ക് വേണ്ടി വോട്ട് തേടേണ്ട പരിഹാസ്യമായ അവസ്ഥയാണ്. നാടിനു വേണ്ടി ഒന്നും ചെയ്യാത്തയാൾ, ഫ്ലക്സുകൾ നിരത്തി മുറതെറ്റാതെ വാഗ്ദാനം നടത്തുന്നയാൾ, പ്രളയകാലത്ത് നാട്ടിലേക്ക് തിരിഞ്ഞു നോക്കാത്തയാൾ എന്നിങ്ങനെ ഒരുപാട് പട്ടങ്ങൾ കോൺഗ്രസുകാരുടെ വകയായി തന്നെ ആന്റോയ്ക്ക് ചാർത്തിക്കിട്ടിയിട്ടുണ്ട്. മണ്ഡലവുമായി ഒരു ബന്ധവുമില്ലാത്ത K സുരേന്ദ്രനാണ് BJP സ്ഥാനാർത്ഥി. സുരേന്ദ്രനും സംഘവും ആചാരത്തിന്റെ മറവിൽ ശബരിമലയിൽ കാട്ടിക്കൂട്ടിയ നാടകങ്ങൾ വിശ്വാസികൾ മറന്നിട്ടില്ല. പത്തനംതിട്ടയിൽ മത്സരിക്കുകയെന്ന ആഗ്രഹം K സുരേന്ദ്രൻ നേടിയെടുത്തത് സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ള ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥിത്വ മോഹികളെ ഒതുക്കിയാണ്. മഹാപ്രളയകാലത്ത് കേരളത്തെ സഹായിക്കേണ്ട കേന്ദ്ര സർക്കാർ പിന്നിൽ നിന്ന് കുത്തിയപ്പോൾ പരിഹസിച്ച് ചിരിച്ച BJPക്കും സാലറി ചലഞ്ച് പൊളിക്കാൻ പിന്തുണ കൊടുത്ത കോൺഗ്രസിനും മറുപടി കൊടുക്കാൻ വോട്ടർമാർ കാത്തിരിക്കുകയാണ്.